നമസ്കാരം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. കൂടാതെ ഇന്നേ ദിവസം ചന്ദ്രഗ്രഹണവുമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ചന്ദ്രഗ്രഹണവും അതേപോലെ തന്നെ പൊങ്കാലയും ഒരുമിച്ച് വരുന്ന ദിവസമാണ്. അതിനാൽ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് പോലും ഈശ്വരാനുഗ്രഹത്താലാണ്, ദേവിയുടെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പൊങ്കാല അർപ്പിക്കുക എന്നത്. ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ പലരും പൊങ്കാല അർപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇന്നേ ദിവസം ഗ്രഹണവുമായതിനാൽ ചില കാര്യങ്ങൾ അതിനുശേഷം പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമം കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇന്നേ ദിവസം ആറ്റുകാൽ പോകുവാൻ സാധിച്ചില്ല എങ്കിലും വീടുകളിൽ തന്നെ പൊങ്കാല അർപ്പിക്കാവുന്നതാണ്. ഇതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. എന്നാൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് വീടുകളിൽ ഇപ്രകാരം ഇടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. എന്നാൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇന്നേ ദിവസം ചെയ്യേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ്. നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വിശേഷമാണ്. എന്നാൽ ഇന്നേ ദിവസം പൊങ്കാല അർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാഹചര്യങ്ങളാൽ സാധിച്ചില്ല എങ്കിൽ പോലും ഇന്നേ ദിവസം തീർച്ചയായും ദേവീക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തണം. അതോടൊപ്പം നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്യുക. ഇന്നേ ദിവസം ദേവിക്ക് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷമാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇപ്രകാരം ദർശനം നടത്തുമ്പോൾ നെയ്വിളക്ക് തെളിയിക്കണം. അതോടൊപ്പം ദേവിക്ക് പായസം കൂടി സമർപ്പിച്ച് അല്ലെങ്കിൽ ദേവിക്ക് പായസം ചീട്ടാക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇന്നേ ദിവസം ഈ ഒരു കാര്യം ചെയ്യുക. ഇന്നേ ദിവസം പകൽ നിങ്ങൾക്ക് ദേവീക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ല എങ്കിലും നിങ്ങൾ രാത്രിയിലാണ് എങ്കിലും ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇന്നേ ദിവസം ദർശനം നടത്തേണ്ട മറ്റൊരു വിശേഷപ്പെട്ട ക്ഷേത്രം ശിവക്ഷേത്രമാണ്. ഇന്നേ ദിവസം ഗ്രഹണവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ദോഷങ്ങളെ ഫലപ്രദമായി ചെറുക്കുവാൻ സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിലും നിങ്ങൾ ദർശനം നടത്തണം. ഇനി അഥവാ രാവിലെ നിങ്ങൾക്ക് സാഹചര്യങ്ങളാൽ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിലും സന്ധ്യാസമയത്ത് ദർശനം നടത്തുക, അല്ലെങ്കിൽ രാത്രി സമയത്ത് ദർശനം നടത്തുക. അതേപോലെ രാവിലെ ദർശനം നടത്തിയവരാണ് എങ്കിലും സന്ധ്യാസമയത്ത് വീണ്ടും ദർശനം നടത്തണം. കാരണം ഗ്രഹണം അവസാനിച്ചതിന് ശേഷം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ആ ദോഷഫലങ്ങൾ പൂർണ്ണമായും ഭഗവാന്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയായി പരാമർശിക്കാം. നാളത്തെ ദിവസത്തേക്ക് ഒരു ധാര വഴിപാട് നിങ്ങൾ ചീട്ടാക്കണം. ജലധാര കൊണ്ട് ഭഗവാന് ധാര നടത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനെ ചീട്ടാക്കുകയും വേണം. കൂടാതെ ഇന്നേ ദിവസം നെയ്വിളക്ക് ഭഗവാന് തെളിയിക്കാം. അതോടൊപ്പം കൂവളമാല ഭഗവാന് ചാർത്താം. ഇനി സാധിക്കുന്നില്ല എങ്കിൽ നാളത്തേക്കാണ് എങ്കിലും ചീട്ടാക്കണം. തീർച്ചയായും അത് നിങ്ങൾക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യും. അതേപോലെ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണം 2.0 ചാനലിൽ ലഭ്യമാണ്. ആ വ്യക്തികൾ കൂടി ഭഗവാന് ഇന്നേ ദിവസം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഇന്നേ ദിവസം നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട വഴിപാട് കൂടിയാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി. അതോടൊപ്പം ഇന്നേ ദിവസം സന്ധ്യാസമയത്ത് ചില കാര്യങ്ങൾ കൂടി പ്രവർത്തിക്കുക. വിളക്ക് തെളിയിച്ചതിന് ശേഷം, അതായത് ഭഗവാന് 5 തിരിയിട്ട, അതേപോലെ ദേവിക്കും വിശേഷപ്പെട്ട ദിവസമായതിനാൽ 5 തിരിയിട്ട ഭദ്രദീപം നിങ്ങൾ തെളിയിക്കണം. ഭദ്രദീപം തെളിയിച്ചതിന് ശേഷം ദേവിക്ക് ഇന്നേ ദിവസം വിശേഷാൽ പായസം, ശർക്കര പായസം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഏറ്റവും വിശേഷമാണ്. ഇന്നേ ദിവസം ഏവരും സമർപ്പിക്കുവാൻ ശ്രമിക്കുക. അതോടൊപ്പം ചുവന്ന പുഷ്പങ്ങൾ കൂടി ദേവിക്ക് സമർപ്പിക്കണം. പൊങ്കാല അർപ്പിക്കുവാൻ സാധിച്ചില്ല എങ്കിലും ഇനി സാധിച്ചവരാണ് എങ്കിലും ഇന്നേ ദിവസം ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷമാണ്. കൂടാതെ ഇന്നേ ദിവസം പരമശിവന് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ
വെളുത്ത പുഷ്പങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ആ വെളുത്ത പുഷ്പങ്ങൾ ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിച്ച് ശിവമന്ത്രങ്ങൾ പ്രത്യേകിച്ചും ജപിക്കണം. അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രം തന്നെയാണ് ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം. ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രം. അതോടൊപ്പം ഭഗവാന് വിശേഷപ്പെട്ടതായ മൃത്യുഞ്ജയ മന്ത്രം കൂടി ജപിക്കുക. മൃത്യുഞ്ജയ മന്ത്രം 108 ജപിക്കണം. നിങ്ങളുടെ വീടുകളിൽ ആരാണോ ദുരിതങ്ങൾ കൂടുതലായി അനുഭവിക്കുന്നത് ആ വ്യക്തികളുടെ തലയ്ക്ക് ആദ്യം ഒഴിയണം. അതോടൊപ്പം മറ്റു കുടുംബാംഗങ്ങളുടെയും തലയ്ക്ക് ഒരു നാണയം കൊണ്ട് ഒഴിഞ്ഞ് നിങ്ങൾ ആ നാണയം നിങ്ങൾ പൂജാമുറിയിൽ വയ്ക്കണം. അതിനുശേഷമായിരിക്കണം മന്ത്രജപം നടത്തേണ്ടത്. ശേഷം ഈ നാണയം നിങ്ങൾ എന്നാണോ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതുമാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യം അധിക ദിവസം ഈ നാണയം വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഭണ്ഡാരത്തിലിടുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മൃത്യുഞ്ജയ മന്ത്രം ഇപ്രകാരമാണ്: ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരികമോ ബന്ധനാത് മൃത്യോർമോക്ഷിയമാമൃതാത് എന്നാണ്. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരികമോ ബന്ധനാത് മൃത്യോർമോക്ഷിയമാമൃതാത് എന്നാണ്. ഈ മന്ത്രത്തിന് ഇന്നേ ദിവസം വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ മന്ത്രം കൂടി ഇന്നേ ദിവസം സന്ധ്യാസമയത്ത് നിങ്ങൾ തീർച്ചയായും ജപിക്കണം. ശരീരശുദ്ധി നിർബന്ധമാണ്, മനഃശുദ്ധി നിർബന്ധമാണ്. തീർച്ചയായും ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രജപം നിങ്ങൾ നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വിശേഷാൽ ഫലം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഭഗവാൻ തന്നെ നടത്തി തരും. എന്നാൽ പായസം സമർപ്പിച്ചതിന് ശേഷം അത് അതായത് അയൽവക്കത്തേക്ക് കൂടി നൽകുന്നത് ശുഭകരമാണ്. അപ്രകാരം നൽകുന്നത് നിങ്ങളുടെ ശ്രേയസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സാധിക്കുന്ന വ്യക്തികൾ ഏവരും ഇന്നേ ദിവസം അന്നദാനത്തിൻ്റെ ഭാഗമാകുവാൻ ശ്രമിക്കണം. ഒരു 10 രൂപയെങ്കിലും അല്ലെങ്കിൽ ഒരു 50 രൂപയെങ്കിലും നൽകി അന്നദാനത്തിൻ്റെ ഭാഗമാകുവാൻ ഏവരും ശ്രമിക്കുക. ഇനി ഇന്നേ ദിവസം നൽകുവാൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിലാണ് എങ്കിലും നിങ്ങൾക്ക് ഇപ്രകാരം സമർപ്പിച്ച് അന്നദാനത്തിൻ്റെ ഭാഗമാകാം. അത് നിങ്ങൾക്ക് ഏറ്റവും വിശേഷാൽ ഫലം നൽകുന്ന കാര്യം തന്നെയാണ്. ഇന്നത്തെ മറ്റൊരു വിശേഷപ്പെട്ട സമയം ഗ്രഹണ സമയമാണ്. ഗ്രഹണ സമയം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:20 ആരംഭിച്ച് 6:46 സന്ധ്യയ്ക്ക് 6:46 ഗ്രഹണം അവസാനിക്കുന്നതാണ്. അതിനാൽ ഇന്ന് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് ഗ്രഹണത്തിന് ശേഷമായിരിക്കണം. 6:46 ശേഷമായിരിക്കണം. ഇന്നേ ദിവസം ഇപ്രകാരം നിങ്ങൾ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമാണ്. പ്രത്യേകിച്ചും പൂജാമുറിയിലെ ചിത്രങ്ങൾ അല്പം പച്ചക്കർപ്പൂരം കൊണ്ടുള്ള ജലത്തിൽ തുടച്ചതിന് ശേഷം നിങ്ങൾ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുക. അപ്രകാരം തുടച്ച് ശുദ്ധി വരുത്തി ജലം തളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇപ്രകാരം വിളക്ക് തെളിയിക്കാം. വീടും പരിസരവും അടിച്ചു വരണം. അതോടൊപ്പം തുടയ്ക്കുന്ന ജലത്തിൽ അല്പം ഉപ്പുജലമിട്ട് തുടയ്ക്കുക. ശേഷം നിങ്ങൾക്ക് മഞ്ഞൾ ജലം തളിച്ച് വീട് വീണ്ടും ശുദ്ധീകരിക്കാവുന്നതാണ്. അതോടൊപ്പം പ്രധാന വാതിൽ തുടച്ച് ഇപ്രകാരം മഞ്ഞൾ ജലം തളിക്കണം. അടുക്കള പ്രത്യേകിച്ചും വൃത്തിയാക്കുവാൻ ശുദ്ധിയാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. തുടയ്ക്കുന്നത് ഏറ്റവും വിശേഷമാണ്. അപ്രകാരം ഐശ്വര്യം നിലനിർത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ഗ്രഹണശേഷം ഏവരും തീർച്ചയായും കുളിക്കേണ്ടത് അനിവാര്യമാണ്. കുളിച്ച് ശുഭവസ്ത്രങ്ങൾ നിങ്ങൾക്കണിയാം. അതിനുശേഷം നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അതേപോലെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നത് ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാണ്. ഇനി ഇന്നേ ദിവസം രാത്രിയിലാണ് എങ്കിലും സന്ധ്യാസമയത്താണ് എങ്കിലും ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ലളിത സഹസ്രനാമം, ദേവി മഹാത്മ്യം ഇന്നേ ദിവസം പാരായണം ചെയ്യുക എന്നതാണ് ഏറ്റവും വിശേഷം. ഇനി അഥവാ ജപിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഇന്നേ ദിവസം കേൾക്കുവാൻ ശ്രമിക്കുക. അത് രാത്രി ഉറങ്ങുന്നതിന് മുൻപാണ് എങ്കിലും കേൾക്കണം. അതോടൊപ്പം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ
ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന ദേവിയുടെ അതിവിശേഷപ്പെട്ടതായ ഈ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും ഉറങ്ങുന്നതിന് മുൻപ് ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും 108 അല്ലെങ്കിൽ 21 തവണയെങ്കിലും ജപിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകും. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ജപിക്കണം. അടുത്ത വർഷം പൊങ്കാലയിടുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം എന്നും പ്രാർത്ഥിക്കുക. ഇനി പൊങ്കാല അർപ്പിച്ചിട്ടുള്ളവരാണ് എങ്കിൽ അടുത്ത വർഷവും പൊങ്കാല വീണ്ടും സമർപ്പിക്കുവാനുള്ള അവസരം, അത് തുടർന്നു പോരുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണം എന്നും അമ്മയോട് പ്രാർത്ഥിക്കുക. ശേഷം നിങ്ങൾ ഞാൻ ഈ പരാമർശിക്കുന്ന ശിവമന്ത്രം കൂടി ജപിക്കുക. ഇന്നേ ദിവസം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും പൊറുക്കുവാനും ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കേണ്ട ഐശ്വര്യങ്ങൾക്ക് ഭംഗം വരാതിരിക്കുവാനും കിടക്കും മുൻപ് ഒരു തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുക. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതമഹിതം വാ സർവമേത ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ എന്നാണ്. ഈ മന്ത്രവും ഇന്നേ ദിവസം തീർച്ചയായും ഉറങ്ങുന്നതിന് മുൻപ് ഒരു വട്ടമെങ്കിലും തീർച്ചയായും നിങ്ങൾ ജപിക്കണം. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.